ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് L2 ദ എമ്പുരാൻ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ വീണ്ടും കാണാൻ വന്നിരിക്കുകയാണ്. നമ്മൾ കൈരളിയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നമ്മൾ ഉച്ചയ്ക്കത്തെ ഷോയെ കിട്ടിയിട്ടുള്ളൂ നമുക്ക്. കാരണം ഫസ്റ്റ് ഡേ 10 മണിക്കുള്ള ഷോ നോക്കണ്ട, നമുക്ക് ഒരു ടിക്കറ്റും കിട്ടിയില്ല. നമ്മൾ വേറെ തിയേറ്ററൊക്കെ നോക്കി, നമ്മൾ ഏരീസാണ് നമ്മൾ ഫസ്റ്റ് നോക്കി. അവിടെയൊക്കെ 2-3 ദിവസത്തേക്ക് ഒരു ടിക്കറ്റും ഇല്ല. അപ്പോൾ നമ്മളിതാ എന്തായാലും അവസാനം ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്ന് വിചാരിച്ച് കൈരളിയിൽ ടിക്കറ്റ് കിട്ടി. കൈരളിയിൽ ശ്രീയിലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് സ്ക്രീൻ. ഞാൻ ഇതിനു മുമ്പ് ഈ തിയേറ്ററിൽ വന്നിട്ടുള്ള കൺകുവ കാണാനാണ് വന്നിരിക്കുന്നത്, കൺകുവ. അപ്പോൾ അത് ഞാൻ കണ്ട് കൈരളിയിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ശ്രീയിലാണ് ഇന്ന് എമ്പുരാൻ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആ സിനിമയുടെ റിവ്യൂവും അതുപോലെ തന്നെ നമ്മുടെ ശ്രീയിലുള്ള സീറ്റിങ്ങും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമ്മളിതാ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് ഗൈസ്. നമ്മളിതാ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ആളുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മുടെ സൈഡിൽ ഓരോ സിനിമയുടെ പോസ്റ്ററുണ്ട്. അതിനകത്ത് ഫസ്റ്റ് തന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക, അതിപ്പോൾ ഏപ്രിലിൽ റിലീസാണല്ലോ, ഏപ്രിൽ 10-11 റിലീസല്ലേ. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ L2 സൈഡിൽ ലാലേട്ടൻ ഹെലികോപ്റ്ററിലൊക്കെ ഇരിക്കുന്ന കിടുക്കാച്ചൊരു ഫോട്ടോയും വെച്ച ഒരു പോസ്റ്ററുണ്ട്. അത് വേറെ ലെവലാണ്. അതൊക്കെ സ്ക്രീനിൽ തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ളൊരു ഫീല് വേറെ ലെവലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫുൾ എക്സ്പെക്റ്റേഷനാണ്. അല്ല, നമുക്ക് വേറെ ഒരു ഡിസപ്പോയിൻറ്റിങ് നമ്മളിത് വന്നിട്ടില്ല റിവ്യൂസിലാണെങ്കിൽ പോലും. കണ്ടവരെല്ലാം പറഞ്ഞ ഗംഭീര മൂവിയാണ് എന്നാണ് പറയുന്നത്. ഒരു നെഗറ്റീവ് ഇതുവരെ റിവ്യൂസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അത്രയും വീണ്ടും എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ തിയേറ്ററിൽ ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ അകത്ത് കയറിയിരുന്നു. ഇന്നിപ്പോൾ രാവിലത്തെ ഷോ നടക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ആ ഷോ വിറ്റാലേ നമുക്ക് അകത്ത് കയറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ കറങ്ങാമെന്നൊക്കെ വിചാരിച്ച് കറങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ 3 സ്ക്രീനും നമ്മുടെ L2 എമ്പുരാനാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ഫസ്റ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ആകെപ്പാടെ കൈരളിയിലും ശ്രീയിലും മാത്രമേ ഷോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് വീണ്ടും ഒരു ഷോ കൂടെ ആഡ് ചെയ്തു നിളയിൽ L2. അപ്പോൾ ഇന്ന് തന്നെ വേറൊരു സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു സിനിമയും കൂടെ ഇറങ്ങിയിട്ടുണ്ട്, വീരധീര സൂരൻ. അതും വിക്രം സുരാജും കൂടെ ഉള്ള സിനിമ, അതും ഇന്ന് തന്നെയാണ് റിലീസാവുന്നത്. വേറൊരു രസം എന്ന് പറഞ്ഞാൽ ഈ സുരാജ് എമ്പുരാനിലും ഉണ്ട്, അതുപോലെ തന്നെ ഈ വീരധീര സൂരനിലും ഉണ്ട്. 2 സിനിമയാണ് ഒരു ദിവസം സുരാജിൻ്റെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൈരളിയിൽ നിളയിൽ 5:30ക്കും രാത്രി 11 മണിക്കുള്ള ഷോയ്ക്കാണ് ഈ വീരധീര സൂരൻ ഉള്ളത്. അതുപോലെ തന്നെ ബാക്കി ഉള്ള എല്ലാ ടൈമിങ്ങിനും L2 എമ്പുരാൻ തന്നെ. അത് ഇന്നാണ് നിളയിൽ നമ്മൾ വന്നപ്പോഴേ 2 മണിക്കുള്ള ഷോ ആഡ് ചെയ്തത് തന്നെ. കാരണം അത്രയും തിരക്കുണ്ട്, അത്രയും എക്സൈറ്റ്മെൻ്റ് ആണല്ലോ ആൾക്കാർക്ക് ഇത് കാണാൻ. ലാലേട്ടനെ ഒരു വലിയ തിരിച്ചുവരവാണല്ലോ. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ ബറോസ് പറയണ്ടല്ലോ. കാരണം അത് എന്ത് തരം മൂവിയാണെന്ന് ചോദിച്ചാൽ ഒരു ഇതുമില്ല. എങ്ങനെ ആ മോഹൻലാൽ എന്തിനെ അഭിനയിച്ചെന്നാണ് ചോദിക്കുന്നത് ആ ഒരു മൂവിയിലൊക്കെ. പക്ഷേ അതിനെയൊക്കെ മറിച്ച് ലൂസിഫർ റിലീസിൽ ഇറങ്ങിയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഒരു 10 സിനിമ ഫ്ലോപ്പായാൽ പോലും ഒറ്റ സിനിമ മതി പിടിച്ചു നിൽക്കാൻ മോഹൻലാലിന്. ഈ മൂവിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഇതിൻ്റെ പൃഥ്വിരാജാണല്ലോ ഡയറക്ടർ, അതുപോലെ തന്നെ മുരളി ഗോപി റൈറ്റർ, പിന്നെ അവൻ്റെ പ്രൊഡ്യൂസർ പറയാനാണെങ്കിൽ 3 പേരുണ്ട് കേട്ടോ. ലൈക്ക, ആശീർവാദ്, ഗോകുലം ഗോപാലൻ. ലൈക്ക പിന്മാറി എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ പോലും ലൈക്കയുടെ ഈ ലോഗോ ഒക്കെ കാണിച്ചിട്ടാണ് അവർ തുടങ്ങിയത് തന്നെ. അപ്പോൾ ലൈക്കും കൂടെ ഇനി ഇൻവോൾവ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇനി സിനിമ കാണുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും ഫുള്ളി എക്സൈറ്റ്മെൻ്റ് ആണ്, നമ്മൾ എക്സൈറ്റഡ് ആണ്. നമ്മളെ കൂടെ ഒന്നും എല്ലാ ഫ്രണ്ട്സും അത്ര ആകാംക്ഷയാണ് കാണാനുള്ളത്. ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ടായപ്പോൾ തന്നെ നമുക്ക് ഒരു രക്ഷയില്ല, ഒരു ടിക്കറ്റ് കിട്ടുക. അവസാനം നമുക്കൊരു ടിക്കറ്റ് കിട്ടി കൈരളിയിൽ. അപ്പം കിട്ടിയൊരു ഫീല് ഇപ്പം കേൾപ്പിച്ച അതേ ഒരു ഫീലായിരുന്നു നോക്കുക. ചോട്ടാ മുംബൈയിലെ ആ സീനിലോ കിട്ടുന്ന അതേ ഒരു ഫീലായിരുന്നു ആ ടിക്കറ്റ് കിട്ടിയപ്പോൾ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ. നമുക്കിനി എന്താ പറയുക, ഈ മൂവി കയറി കണ്ടിട്ട് അതിൻ്റെ ഇൻ്റർവെൽ വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതുപോലെ തന്നെ കൈരളിയിൽ ശ്രീയിൽ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ശ്രീയിൽ എങ്ങനെയാണ് സീറ്റിങ്ങും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ട് പറയാം. ഇവിടുത്തെ 3 സ്ക്രീനിലും സീറ്റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് 125. അപ്പോൾ ബുക്ക് മൈ ഷോയിലാകുമ്പോൾ 150 വരും. അല്ലാത്ത പക്ഷേ ഇവിടെ വന്ന് ബുക്ക് ചെയ്യാനാണെങ്കിൽ കറക്റ്റ് 125 അകത്തേ വരുള്ളൂ. പിന്നെ നമുക്ക് ഏരീസ് പ്ലക്സിൽ കാണണമെന്നായിരുന്നു ആഗ്രഹം. കാരണം ഏരീസ് പ്ലക്സിൽ നോക്കണ്ട, ഏരീസ് പ്ലക്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്ന് തോന്നി. ഈ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വിത്തിൻ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ആദ്യ ദിവസത്തേക്കുള്ള എല്ലാ ഷോയും ഫുള്ളായി. അപ്പോൾ എന്തായാലും ഏരീസിൽ ഒരു പ്രാവശ്യം കൂടെ കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ശനിയാഴ്ചയും കൂടെ സിനിമ 2ാമത്തെ പ്രാവശ്യം കാണാൻ പോകുന്നുണ്ട്. അത് എൻ്റെ വേറൊരു കൂട്ടുകാരൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ എന്തായാലും ഏരീസിൽ ശനിയാഴ്ച കാണാൻ പോകും. അപ്പോൾ വേറൊരു ഫീലായിരിക്കുമല്ലോ. ഏരീസിൽ ഓടി കാണുമ്പോൾ ഒരു ഫീല് വേറെ ലെവലല്ലേ എന്നും പറഞ്ഞ് ഞാൻ കൈരളി തിയേറ്റർ മോശം പറയില്ല. കാരണം ഈ 125 രൂപയ്ക്ക് കിട്ടണതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് തിയേറ്ററാണ്. കാരണം ഇത് വെച്ച് ഇതിനെ കമ്പയർ ചെയ്യുന്ന തിയേറ്റർ ഏതൊക്കെ ചോദിച്ചാൽ നമുക്ക് ന്യൂ വരുന്നുണ്ട്, നമ്മുടെ കൃപ വരുന്നുണ്ട്. ഈ 2 തിയേറ്ററിനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ കൈരളി തന്നെ ബെസ്റ്റ്.
ഇപ്പോൾ ഒരു സ്ക്രീനും കൂടെ ആഡ് ചെയ്തുകൊണ്ട് നിളയിലും കൂടെ ഇപ്പോൾ L2 ആണ് നടക്കുന്നത് 2 മണിക്ക്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും ആൾക്കാർ വന്നു തുടങ്ങി, നല്ല തിരക്കാണ്. അപ്പോൾ ഇന്ന് തന്നെ മറ്റേ വീരധീര സൂര എന്ന് പറഞ്ഞ സിനിമയില്ല, അതിന് വൈകുന്നേരം കണ്ട ഷോ ഉള്ളൂ. പക്ഷേ അതും കൂടെ സിനിമ കണ്ടാൽ കൊള്ളാം. ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് അഥവാ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്ത ഒരാൾക്കാർക്ക് വേണമെങ്കിൽ ആ സിനിമയും പോയി കാണാം. അപ്പോൾ നമ്മൾ എന്തായാലും ആ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം കൺകുവ കാണാൻ വന്നപ്പോൾ നമ്മൾ അവിടെ കൈരളി ഇരുന്നാണ് ഷോ കണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് ഷോ വരുന്നത് ശ്രീയിലാണ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് മറ്റേ കഫറ്റീരിയ അതൊക്കെ വരുന്നത്. ഇവിടുത്തെ 3 സ്ക്രീന് ഇന്ന് 2 മണിക്ക് എമ്പുരാനാണ്. അപ്പോൾ 3 ഒരേ ടൈമിലാണ് തുടങ്ങുന്നത്, ഒരേ ടൈമിലാണ് തീരുന്നത്. അപ്പോൾ അത്രയും ആൾക്കാർ ഈ ഇറങ്ങുമ്പോഴുള്ള തിക്കും തിരക്കൊക്കെ കാണും. അത് പിന്നെ കാണുമല്ലോ, ഫസ്റ്റ് ഡേ അല്ലേ, എന്തായാലും മോഹൻലാലിൻ്റെ പടം കൂടെയാണ്, അപ്പോൾ എന്തായാലും തിരക്ക് കാണും. അപ്പം നിങ്ങൾ പടം ഫസ്റ്റ് ഷോ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പം നമ്മളിതാ കാണാൻ പോവുകയാണ്. പടം 2 മണിക്കുള്ള ഷോയാണ്. ഇനി വെറും അരമണിക്കൂറും കൂടെ ഉള്ളൂ. അപ്പം നമ്മളിതാ 2-3 ഫ്രണ്ട്സും കൂടെ വരാറുണ്ട്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതും കൂടെ കഴിഞ്ഞ് നമ്മളിതാ തിയേറ്ററിൻ്റെ അതൂടെ കയറുകയാണ്. അപ്പം നമ്മളിതാ ശ്രീയും നിളയും നമുക്ക് വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ അതാ സെക്കൻഡ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറുകയാണ്. നമുക്ക് സ്റ്റെപ്പും ഉണ്ട്, ലിഫ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഈ സ്ലോപ്പ് നടന്ന് പോകാനുള്ള സ്ഥലവും കൂടെ ഉണ്ട്. അപ്പോൾ 3 തരം ആൾക്കാർ, അതായത് 3 തരം കയറി പോവാം. ഒന്നാമത്തെ നിലയിലോട്ട് ലിഫ്റ്റിൽ കയറുന്നവർക്ക് ലിഫ്റ്റിൽ പോവാം, നടന്നു പോകുന്നവർക്ക് നടന്നു പോവാം, അതുപോലെ തന്നെ പടി കയറുന്നവർക്ക് പടി കയറിയും പോവാം. അതുപോലെ തന്നെ ഇവിടുത്തെ കഫറ്റീരിയ ഇവിടെയൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അതുപോലെ തന്നെ അഫോർഡബിൾ റേറ്റ് തന്നെ, എല്ലാം ഒരു 60 റുപ്പീസൊക്കെയാണ് ജ്യൂസും അത് നമ്മുടെ പോക്കോണൊക്കെ വരുന്നത്. തന്നെ പോക്കോൺ വാങ്ങിച്ചില്ല, ജ്യൂസ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അത് 60 റുപ്പീസാണ് ഫ്രൂട്ടി. ഈ മൂവിയുടെ നമുക്ക് ലാലേട്ടൻ്റെ ഇൻട്രോ ആണ് ഫസ്റ്റ് നമുക്ക് കാണേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഇൻട്രോ എങ്ങനെയായിരിക്കും എന്നുള്ള ഫുള്ളി എക്സൈറ്റഡ് ആണ് നമ്മൾ ആ ഒരു ലാലേട്ടൻ്റെ ഇൻട്രോ എങ്ങനെയാണെന്നുള്ള കാര്യം. അങ്ങനെ കേസ് നമ്മളിതാ കട്ട വെയിറ്റിംഗ് ആണ് ആ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി. നമ്മളതാ ഫൈനലി ഇതാ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെയാണ് സ്ക്രീൻ സൈസ് സീറ്റിംഗ് പാറ്റേൺ ഒക്കെ വരുന്നത്. സീറ്റിംഗ് പാറ്റേൺ ഞാൻ കണ്ടിട്ട് കൈരളി അതുപോലെ തന്നെയാണ് തോന്നുന്നു സീറ്റിംഗ് പാറ്റേൺ. പക്ഷേ ഇത് നമ്മുടെ ശ്രീയും കൈരളി വെച്ച് അപേക്ഷിക്കുമ്പോൾ കൈരളി കുറച്ചും കൂടെ വലുതാണ്, കുറച്ചും കൂടെ വലിയ സ്ക്രീനാണ്. വലിയ സ്ക്രീനല്ല, സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ചും കൂടെ കൂടുതൽ കൈരളിയിലാണെന്ന് തോന്നുന്നു. ശ്രീയിൽ മോശമെന്നല്ല പറഞ്ഞത്, ശ്രീയിലും ഗംഭീരം തന്നെ. നമുക്ക് ഈ ലൈറ്റിൻ്റെ തീമൊക്കെ വരും നമുക്ക് വേറെ രീതിയില്ല കൈരളി വെച്ച് അപേക്ഷിക്കുമ്പോൾ. നിളയിൽ വേറൊരു രീതിയിലാണ്. നിളയിൽ ഞാൻ കയറിയിട്ടില്ല. ഇനി അടുത്തൊരു മൂവി വരുമ്പോൾ തന്നെ നിളയിലും കൂടെ ഞാൻ കയറ്റി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഡോൾബി അറ്റ്മോസ് ആണ് ഈ തിയേറ്റർ ഈ സ്ക്രീൻ വരുന്നത്. നല്ല സൗണ്ടൊക്കെ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. നമ്മൾ അത്യാവശ്യം നല്ല മിഡിൽ സീറ്റ് തന്നെ നോക്കി ബുക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ഫാൻസിൻ്റെ ആർപ്പുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കയറിയിരുന്നു, നമ്മൾ സ്ക്രീൻ തുറന്നപ്പോൾ തന്നെ കയറിയിരുന്നു. അതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ കൈരളി അല്ലെങ്കിൽ നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ തിയേറ്റർ ഉള്ളതെന്ന് പറഞ്ഞാൽ കലാഭവനാണ്. അവിടെയും നമുക്ക് 100 രൂപയ്ക്ക് വരെ ഈ കാലത്ത് ടിക്കറ്റ് കിട്ടും. അതും ഗവൺമെൻറ് തിയേറ്റർ ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു അഫോർഡബിൾ റേറ്റ്. അല്ലെങ്കിൽ നല്ല വിലയാവും, എന്നാലും ഒരു അഫോർഡബിൾ റേറ്റിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ കലാഭവനിൽ അല്ലെങ്കിൽ കൈരളിയിൽ വരാം. അങ്ങനെ പടം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കഴിച്ച പടം ഇൻ്റർവെൽ ആയിട്ടുണ്ട്. ഇൻ്റർവെല്ലിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മോഹൻലാലിൻ്റെ ഇൻട്രോ പറയാതിരിക്കാൻ ഗംഭീരം എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു ഒരു എന്താ പറയുക സസ്പെൻസ് പറയുന്നില്ല. ആ മോഹൻലാലിൻ്റെ ഇൻട്രോ ഗംഭീരം എന്ന് പറയാം. അത് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ പ്ലോട്ട് പോയിരിക്കുന്ന പറഞ്ഞാൽ IUFൻ്റെ ആ ഒരു കാര്യങ്ങളും നമ്മളെ കേരളത്തിൽ നടക്കുന്ന കാര്യം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മളെ ഖുറൈശി എബ്രാമിൻ്റെ ഗ്യാങ്ങും ആ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കഥയായിട്ടാണ് ഫസ്റ്റ് ഹാഫ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഇൻട്രോ പറയാതിരിക്കാൻ ഗംഭീരമായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലിൽ 2-3 നമ്മുടെ ഇംഗ്ലീഷുകാരന്മാർ വരുന്നുണ്ട്. നമ്മുടെ ലൂസിഫറിൽ ഫസ്റ്റ് ഒരു സീനിൽ കാണിക്കുന്നില്ല, അയാൾ കോഫി കുടിച്ച് ഖുറൈഷിയെ ഇത് ഫൈൻഡ് ചെയ്യുന്നത്. ലൂസിഫറിലെ ഫസ്റ്റ് ഷോട്ട് കാണിച്ച ഒരാളില്ലേ, അയാളും വേറെ ഏതൊരു ഇംഗ്ലീഷുകാരനും കൂടെയാണ്. അതൊക്കെ കുറച്ച് ബോറായിട്ട് തോന്നി. ബോറല്ല, എന്നാലും ഫസ്റ്റ് ഹാഫ് കൊള്ളാം. പക്ഷേ ഈ 2-3 സീനൊക്കെ ജസ്റ്റ് ബോറായിട്ട് തോന്നി. ബാക്കിയെല്ലാം ഗംഭീരം. ഇടയ്ക്ക് കലാഭവൻ ഷാജോൺ വരുന്നുണ്ട് കേട്ടോ. പഴയകാലം IUFൻ്റെ കാര്യം കാണിക്കുമ്പോൾ എല്ലാം ഒരു സീനിൽ കലാഭവൻ ഷാജോൺ വരുന്നുണ്ട്. ഡയലോഗുകളൊന്നും ഇല്ല, പക്ഷേ കലാഭവൻ ഷാജോണും കൂടെ ഈ ഒരു സിനിമയിലുണ്ട്.
2-3 സെക്കൻഡ്സിനേ ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഫുള്ളി മോഹൻലാൽ ഇല്ല. ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞൊരു 1 മണിക്കൂർ 20 മിനിറ്റോ 18 മിനിറ്റ് എങ്ങാണ്ടാണ് ലെങ്ത്ത് വരുന്നത്. അത്രയിൽ ആകെപ്പാടെ മോഹൻലാൽ വന്നത് ഒരു അരമണിക്കൂറോ 20 മിനിറ്റ് എങ്ങാണ്ടേ മോഹൻലാലിന് സ്ക്രീൻ പ്രസൻസ് ഉള്ളൂ മൊത്തത്തിൽ. പക്ഷേ വരുന്ന സ്ക്രീൻ പ്രസൻസിൽ ഗംഭീരം എന്ന് തന്നെ പറയാം. ഇൻ്റർവെല്ലിൽ ഒരു പഞ്ച് BGM ഉണ്ട്, ഒരു ഇൻ്റർവെല്ലാവണേന്നെ ഒരു BGM ഉണ്ട്. അത് പറയായിരിക്കും ഗംഭീരം എന്ന് പറഞ്ഞാൽ ഒരു ഫീലും ഒരു ഭയങ്കര രോമാഞ്ചമായിരുന്നു അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. ഒരു ഇൻ്റർവെല്ലിലെ ഒരു BGM ഉണ്ട്, ഇൻ്റർവെൽ ബ്ലോക്കിൽ, അത് ഗംഭീരമായിരുന്നു. സത്യം പറയാമല്ലോ, കിടിലമായിരുന്നു. നമ്മൾ ഇൻ്റർവെല്ലായപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ കറങ്ങിയതാ വീണ്ടും സ്ക്രീനിൽ കയറുകയാണ്. അപ്പോൾ ഇൻ്റർവെൽ വരെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എത്ര റേറ്റിംഗ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു 10-ഒരു 8 കൊടുക്കാം. കാരണം ജസ്റ്റ് 2-3 സീനൊക്കെ ലാഗായിട്ട് തോന്നി. പക്ഷേ ബാക്കിയെല്ലാം മാറ്റി വെച്ചാൽ മോഹൻലാൽ വരുന്ന ചില സീനൊക്കെ ഉണ്ട്, അത് എന്തുമായിരുന്നു, തിയേറ്റർ ഇളകി മറിയായിരുന്നു. നമുക്ക് പിന്നെ മോഹൻലാലിൻ്റെ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല, അത് സ്പോയിലർ ആവില്ലേ, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഇൻട്രോകളൊന്നും ഇങ്ങനത്തെ സിനിമകളിലെ മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ആ ഹീറോയുടെ ഇൻട്രോയോ ഒന്നും എടുക്കാൻ പാടില്ല, അത് സ്പോയിലറാണ്. തിയേറ്റർ ഇളകി മറിയായിരുന്നു ആ ഒരു മോഹൻലാലിൻ്റെ ഇൻട്രോ ഒക്കെ. വീണ്ടും തിയേറ്ററിൻ്റെ അകത്ത് കയറി സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പടം ബാക്കിയും കൂടെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് ഇൻ്റർവെല്ലാകുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ കൺകുവ കാണാൻ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ സൈഡിലുള്ള ലൈറ്റ് ഒന്നും ഇൻ്റർവെല്ലിന് ഇടൂല. ഇനി ഈ ലൈറ്റ് കാണുന്ന സിനിമ തീരുമ്പോഴല്ലെങ്കിൽ വീണ്ടും ഷോ തുടങ്ങുമ്പോഴൊക്കെ ഈ ലൈറ്റ് ഇടുകയുള്ളൂ. ഫസ്റ്റ് മാത്രമേ ഈ ലൈറ്റ് ഇടുള്ളൂ. പിന്നെ ഇൻ്റർവെല്ലിലൊന്നും ഈ സൈഡിലെല്ലാം നീല ലൈറ്റ് ഇടൂല. അത് അങ്ങനെ ഗൈസ് പടം കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പടം ഫുൾ കണ്ടു. പടം ടോട്ടലി 3 മണിക്കൂറാണ് ലെങ്ത്ത് വരുന്നത്. നമുക്ക് പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ ജംഗിൾ പൊളിയാ പൊളിച്ചേക്കുന്നത് ചെറുക്കൻ നമ്മുടെ പൃഥ്വി. സസ്പെൻസ് ഒന്നും ഞാൻ പുറത്തു വിടുന്നത്. സുരാജ് പറഞ്ഞ പോലെ തന്നെ പടം വേറെ ലെവൽ, പറയാതിരിക്കാൻ വയ്യ. ഫസ്റ്റ് ഹാഫ് മാത്രം കുറച്ച് ഇതാണെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലൊരു കയറ്റമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മോഹൻലാലിന് ഈ സിനിമയ്ക്ക് വളരെ സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണ്. ആകെപ്പാടെ 1 മണിക്കൂറോ 1 മണിക്കൂറിന് തികച്ചുണ്ടോ എന്ന് തന്നെ ഡൗട്ടായിരിക്കും. പക്ഷേ ആ വരുന്ന സമയം വേറെ ലെവലാണ്. ദൈവമേ, ഒരു കാട്ടിൽ വെച്ചൊക്കെ ഒരു ഫൈറ്റ് സീനുണ്ട്, എന്തായിരുന്നു ആ BGM കയറ്റി ഗംഭീരം, പറയാതിരിക്കാം. എൻ്റെ മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവിന് ഒരു ഹാൻഡ്സ് ഓഫ്. കാരണം മ്യൂസിക്കൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു BGM അതിൻ്റെ ഒരു എഫക്റ്റിലൊക്കെ ഗംഭീരം എന്ന് തന്നെ പറയാം. അത് ആ പടം കണ്ട് പുറത്തിറങ്ങിയാൽ തന്നെ ഓരോ റിവ്യൂസൊക്കെ അത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കൊണ്ടുവന്നു. നമ്മളൊന്നും മിണ്ടിയില്ല. നമ്മൾ അതിൻ്റെ പാക്കിൽ കൂടെയൊക്കെ ഇറങ്ങി പുറത്ത് വന്നു. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് തന്നെ, ദൈവമേ ഒരു ഫൈറ്റ് സീനൊക്കെ ഫാൻസൊക്കെ അലറി എന്ന് പറഞ്ഞാൽ ആ ആർപ്പ് വിളിച്ച് ഉള്ള ഇങ്ങനത്തെ സിനിമകളൊക്കെ മാക്സിമം ഫസ്റ്റ് ഡേ അവരെ കാണണം, എന്നാലേ ഒരു എഫക്റ്റിലിരുന്ന് കാണാൻ പറ്റുള്ളൂ. എൻ്റെ കൂടെ വന്നുള്ള എല്ലാ ഫ്രണ്ട്സിനും ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർക്ക് ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ടില്ല. എനിക്ക് കുറച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് തോന്നി. പക്ഷേ ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒക്കെ ഗംഭീരമെന്ന് തന്നെ പറയാം. പിന്നെ പൃഥ്വിരാജിൻ്റെ ചെറുപ്പമായിട്ട് അഭിനയിച്ചില്ലേ നമ്മുടെ സലാറിലൊക്കെ വന്ന ആ പയ്യനും ഗംഭീരമായിരുന്നു. അതുപോലെ അതിനകത്ത് കുറേ ക്യാമിയോസ് ഉണ്ട്, അതൊന്നും ഞാൻ പുറത്ത് വിടുന്നില്ല. പിന്നെ നമ്മുടെ ട്രെയിലറിൽ കണ്ടുപോലെ തന്നെ നമ്മുടെ അമീർ ഖാൻ്റെ സിസ്റ്ററുണ്ട്. അത് നമ്മുടെ പണ്ടത്തെ കാലത്തുള്ള കാണിക്കുന്നതല്ല. പക്ഷേ ആ ഒരു കാലഘട്ടം ഫസ്റ്റ് ഒരു മൂവി 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഹിന്ദിയാണ്. ഫുള്ളി ഹിന്ദി ഉണ്ട്, ബോളിവുഡ് ഇംഗ്ലീഷ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഫസ്റ്റ് എടുത്തേക്കുന്ന രീതി, ഹിന്ദിയിൽ എടുത്തു വെച്ചിരിക്കുന്ന രീതി, ഒരു കഥയുണ്ടല്ലോ, അത് ആ മേക്കിങ്ങും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ പറയാം. നമ്മളിങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇത് ഉറപ്പെന്ന് 200-300 കോടി ഉറപ്പെന്ന് പറയാം. 300 അതേ കൂടുതൽ മിക്കവാറും പോയി ഇതിൻ്റെ കളക്ഷൻ. കാരണം ഫസ്റ്റ് 40 മിനിറ്റ്സ് മൊത്തം ഹിന്ദിയാണ്. ആ ഒരു എടുത്തു വച്ചേക്കുന്ന മേക്കിംഗ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ ഗംഭീരം എന്ന് തന്നെ പറയാം. ബാക്കി അതുപോലെ തന്നെ ഈ ഹോളിവുഡ് ടൈപ്പ് മൂവീസൊക്കെ പോലെയാണ് നമുക്ക് ബാക്കിയുള്ള സീനൊക്കെ കാണുമ്പോൾ പോലും. അതൊക്കെ മലയാള സിനിമയിൽ ഇങ്ങനെ വന്നെന്ന് നമുക്കൊരു അത്ഭുതമാണ്. അതുപോലെ ഓരോ മിക്ക സീനും എടുത്തെടുത്ത് പറയാനാണെങ്കിൽ നമുക്ക് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടുള്ള സീനാണ് നമുക്ക് കൂടുതൽ ഇതൊക്കെ വരുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീരം എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ഈ ലോകം മുഴുവനും പോയി എടുത്തിട്ടുണ്ട് ഈ സിനിമ. അത്രയും നല്ല വിഷ്വൽ ക്വാളിറ്റി തരുന്നുണ്ട്. നമുക്ക് ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട് മോഹൻലാലിനും പൃഥ്വിരാജും തമ്മിൽ, അതൊക്കെ വേറെ ലെവൽ തന്നെ പറയാം. മൂവി ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് 10-ഒരു 9 കൊടുക്കാം. പിന്നെ ആ ഡ്രാഗൻ്റെ പുറകെ നിൽക്കുന്ന ആളാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ പോയി കാണുക എന്നിട്ട് പറയാം. ഇതിൽ 2-3 കുറച്ച് ക്യാമിയോസ് ഉണ്ട് കേട്ടോ, അതൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പറയേയില്ല. നിങ്ങൾ പോയി സിനിമ കാണുക. മാക്സിമം ഈ ആഴ്ച തന്നെ ടിക്കറ്റ് കിട്ടുമെങ്കിൽ പോയി കാണുക. കാരണം ഈ ഫാൻസിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്.
അപ്പോൾ നമ്മളിതാ സിനിമ കണ്ടതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെ നമ്മളിപ്പോൾ വേറെ ഗേറ്റ് വഴി കൂടെയൊക്കെ ഇറങ്ങിയത്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാട്ടിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. അതിനകത്ത് മോഹൻലാലിൻ്റെ ഒരു ലുക്കും അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ പടത്തെ പറ്റി പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ തന്നെ തിയേറ്ററിൻ്റെ വെളിയിൽ അത് എമ്പുരാൻ വേറെ ലെവലായിരുന്നു. പൃഥ്വിരാജിന് ഒരു ഹാൻഡ്സ് ഓഫ്. പൃഥ്വിരാജ് ഇങ്ങനെ ഒരു സിനിമ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇതിനൊരു തേർഡ് പാർട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞതല്ലേ, ഒരു തേർഡ് പാർട്ടിനുള്ള ടൈലൻറ്റ് കൂടെ കൊടുത്തിട്ടാണ് നിർത്തിയിരിക്കുന്നത് ഈ സിനിമ. അതെന്തായാലും തേർഡ് പാർട്ട് കാണും. കാരണം നല്ലൊരു പോസിറ്റീവ് റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി തേർഡ് പാർട്ട് കാണും. ആ തേർഡ് പാർട്ടിലായിരിക്കും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കഥകളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഈ കഥയിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ക്യാരക്ടറും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഖുറേഷിയുണ്ട്. ഈ രണ്ടുപേരുടെയും ക്യാരക്ടർ ഗംഭീരമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഹൻലാലിന് ആകപ്പാടെ 1 മണിക്കൂറിൻ്റെ താഴെ അതോ 1 മണിക്കൂറിൻ്റെ കൂടുതൽ ഒരു 1.25 മണിക്കൂറിൻ്റെ സ്ക്രീൻ പ്രസൻസേ ഉള്ളൂ. പക്ഷേ ഉള്ള സ്ക്രീൻ പ്രസൻസ് ഗംഭീരം എന്ന് തന്നെ പറയാം. ഓരോ ഫ്രെയിംസ്, ഓരോ ആക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. അപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തന്നെ പോയി കാണുക, എന്നിട്ട് കമൻറ്റിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്. ഒരു മെയിൻ കാര്യം പറയാൻ വിട്ടു. ഇതിനകത്ത് ബാക്കിയുള്ളവരുടെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു, ടൊവിനോ ഉണ്ട്. അവരുടെയൊക്കെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഗംഭീരം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ബാക്കി ലൂസിഫറിലുള്ള എല്ലാ ആൾക്കാരും ഇതിനകത്തുണ്ട്. ലൂസിഫറിലുള്ള UFനെ കാണിക്കുന്ന ആൾക്കാരെല്ലാം മിക്കവരും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് പഴയകാലം കാണിക്കുമ്പോൾ അതിനകത്ത് PKR കൊണ്ടുണ്ടല്ലോ. അപ്പോൾ PKRൻ്റെയൊക്കെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടെ സ്ക്രീൻ പ്രസൻസ് കൊടുക്കായിരുന്നു. അതുപോലെ തന്നെ കലാഭവൻ ഷാജോനൊക്കെ കുറച്ചും കൂടെ ഡയലോഗുകൾ കൊടുക്കായിരുന്നു. ഇനി തേർഡ് പാർട്ട് വരുമ്പോൾ മാക്സിമം പഴയ കാലം കൊണ്ട് കാണിക്കില്ല. അപ്പോൾ കലാഭവൻ ഷാജോന് കുറച്ചും കൂടെ ഡയലോഗ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത തേർഡ് പാർട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തായാലും ഒരു കൂടിപ്പോയി കുറച്ച് 2-3 വർഷം എടുക്കുമായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ, അവർ ഇതുവരെ അപ്ഡേറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.